നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. വാർത്താമഴയിലേക്ക് വിശദമായി. പത്തനംതിട്ട പോക്സോ കേസിൽ 26 പേർ അറസ്റ്റിൽ. പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ വിപുലമായ അന്വേഷണം. DIG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിൽ അന്വേഷണ സംഘം വിപുലീകരിച്ചു. കേസിൽ ഇതുവരെ 26 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 62 പേർ പീഡിപ്പിച്ചെന്നാണ് പെൺകുട്ടി മൊഴി നൽകിയിട്ടുള്ളത്. പിതാവിന്റെ ഫോൺ വഴി പെൺകുട്ടിയെ ബന്ധപ്പെട്ടവരാണ് നിലവിൽ പിടിയിലായത്. 2 പോലീസ് സ്റ്റേഷനിലായി 26 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ആകെ 14 FIR. 7 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. ജില്ലയ്ക്കുള്ളിലെ മുഴുവൻ പ്രതികളെയും 2 ദിവസത്തിനകം പിടികൂടാനുള്ള നീക്കത്തിലാണ് പോലീസ്. ഗൌരവമേറിയ കേസിൽ അന്വേഷണ സംഘം വിപുലീകരിച്ചു. DIG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. പത്തനംതിട്ട SP VG വിനോദ് കുമാറും DYSP നന്ദകുമാറും ഉൾപ്പെട്ട 25 അംഗ സംഘമാണ് അന്വേഷണം നടത്തുക. പെൺകുട്ടിയുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അറസ്റ്റിലേക്ക് നീങ്ങുമ്പോൾ കൃത്യം തെളിവുകളുടെ അന്വേഷണത്തിലായിരിക്കണം എന്നാണ് പോലീസിനു നൽകിയ നിർദ്ദേശം. 24 പത്തനംതിട്ട. കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥിനികളോട് ലൈംഗിക ഉദ്ദേശത്തോടെ പെരുമാറിയ സ്കൂൾ ബസ് ഡ്രൈവറും ക്ലീനറും പോക്സോ കേസിൽ അറസ്റ്റിലായി. 8 വിദ്യാർത്ഥിനികൾ നൽകിയ പരാതിയിലാണ് ശക്തികുളങ്ങര പോലീസിന്റെ നടപടി. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സ്കൂൾ വിദ്യാർത്ഥിനികൾ ബസ്സിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയും ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. സ്കൂൾ ബസ് ക്ലീനർ സാബു, ഡ്രൈവർ സുഭാഷ് എന്നിവരെയാണ് ശക്തികുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്കൂൾ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിന് നൽകിയ പരാതിയിലാണ് നടപടി. വിദ്യാർത്ഥികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. പ്രതികൾ ലൈംഗിക ചുവയോട് സംസാരിച്ചതടക്കം കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 24 കൊല്ലം. നടി ഹണി റോസിന്റെ പരാതിക്ക് പിന്നാലെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിച്ചു. പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യഹർജി ചൊവ്വാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. ഇന്നലെയാണ് ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത്. നടിയുടെ വസ്ത്രധാരണത്തിനെതിരായ ചാനൽ ചർച്ചകളിലെ രാഹുൽ ഈശ്വറിന്റെ പരാമർശങ്ങൾക്കെതിരെയാണ് പരാതി. രാഹുലിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ സ്വദേശി സലീം കൂടി രംഗത്തെത്തി. 2 പരാതികളിലും പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. കേസിൽ കസ്റ്റഡി ഉണ്ടാകുമെന്ന സൂചന ലഭിച്ചതോടെയാണ് രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിച്ചത്. ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. രാഹുലിന്റേത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്ന പരാമർശമല്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഹണി റോസിനെ അധിക്ഷേപിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യഹർജി ചൊവ്വാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. ഹണി റോസിനെതിരെ മോശം കമന്റ് ഇട്ടു എന്ന കേസിൽ കൂടുതൽ പ്രതികളെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. കടുവയെ തിരയാൻ കുങ്കിയാനകൾ. നാടിനെ വിറപ്പിച്ച കടുവയെ തിരയാൻ വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ കുങ്കിയാനകൾ. മുത്തങ്ങയിൽ നിന്ന് വിക്രം എന്ന കുങ്കിയാനയെ സ്ഥലത്തെത്തിച്ചു. മറ്റൊരു കുങ്കിയാന സുരേന്ദ്രനെ ഉടൻ അവിടെ എത്തിക്കും. കടുവയെ കണ്ടെത്തിയാൽ മയക്കുവെടി വയ്ക്കാനാണ് നീക്കം. ലൊക്കേഷൻസ് എല്ലാം തന്നെ രാവിലെ തന്നെ പരിശോധിക്കുകയുണ്ടായി. അതാണ് 3 ടീമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ടീം കന്നാരമ്പുഴയുടെ ഭാഗത്ത് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എവിഡൻസസ് ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചു. മറ്റൊരു ടീം ചെയ്യുമ്പോൾ 73 കോളനിയിലാണ് പരിശോധിച്ചത്. അപ്പോൾ ഈ 2 ഭാഗങ്ങളിലും ഈ പറയുന്ന ഡയറക്റ്റോ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസസ് ഇതുവരെ ലഭ്യമായിട്ടില്ല. ഡോക്ടറിൻ്റെ സംഘമാണ് ഈ ചതുപ്പ് സ്ഥലങ്ങൾ, ഈ പറയുന്ന ഒഴിഞ്ഞ സ്ഥലങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയുണ്ടായി. അപ്പോൾ ആ പരിശോധനയുടെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ തെർമൽ ഡ്രോൺ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ എവിടെയെങ്കിലും നമുക്ക് ആനിമലിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. തെർമൽ ഡ്രോൺ അത്രയ്ക്ക് പവർഫുള്ളാണ്. ആ ഒരു രീതി നമ്മൾ അവലംബിക്കുന്നുണ്ട്. നിലവിൽ ഈ പറയുന്ന ടൈഗറിൻ്റെ പ്രസൻസ് എവിടെയും നമുക്ക് ഈ 2 കിലോമീറ്റർ ചുറ്റളവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 23 ക്യാമറ ട്രാപ്പ്, 3 AI ക്യാമറയും നമ്മൾ ഈ മേഖലയിൽ സ്ഥാപിച്ചെങ്കിലും 2 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥാപിച്ചെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 2 ദിവസത്തെ പരിശോധനയിൽ ഈ കടുവയുടെ ഇമേജസ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. സുർജിത്ത് അയ്യപ്പത്ത് ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി. ഇപ്പോൾ സുർജിത്ത്, ഈ കുങ്കിയാനയെ എത്തിച്ചു, ഒപ്പം ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഉണ്ടല്ലോ. എങ്ങനെയാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ നീക്കങ്ങൾ അവിടെ, സുർജിത്ത്?
ഉന്മേഷം ഒരു കൂടുകൂടി സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതായത് നേരത്തെ കടുവയുടെ പ്രസൻസ് ഉണ്ടായിരുന്ന ഒരു സ്ഥലം എന്നുള്ള തരത്തിൽ ഒരു സ്ഥലം കൂടി കണ്ടെത്തിയിട്ടുണ്ട് വനം വകുപ്പ്. അതിൻ്റെ ഭാഗമായാണ് ഒരു കൂടുകൂടി സ്ഥാപിക്കാനുള്ളത് ശ്രമം നടത്തുന്നത്. നേരത്തെ ഈ ജോസഫ് എന്ന് പറയുന്ന നാരകത്തറയിൽ ജോസഫിൻ്റെ ആടിനെ പിടികൂടിയ സ്ഥലത്ത് ഒരു കൂടുണ്ട്. ഒപ്പം തന്നെ രതികുമാറിൻ്റെ വീട്ടിൽ നിന്ന് ആടിനെ പിടികൂടിയ ആ സ്ഥലത്തും ഒരു കൂടുണ്ട്. അങ്ങനെ 2 കൂടുകളാണ് നിലവിൽ സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ ഒരു കൂട്, അതായത് പാപ്പച്ചൻ്റെ നാരകത്തറയിൽ ജോസഫ് എന്ന പാപ്പച്ചൻ്റെ ആ സ്ഥലത്തുള്ള ആ കൂടാണ് മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമം ഉള്ളത്. അതിൻ്റെ പൊസിഷൻ മാറ്റാനുള്ള ശ്രമമാണ് വനംവകുപ്പ് നടത്തുന്നത്. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ വനത്തിനകത്ത്, അതായത് ഈ തോട്ടങ്ങൾക്കകത്ത് തെരച്ചിൽ നടത്തുന്നതിൻ്റെ ഭാഗമായി അകത്തേക്ക് കയറിയിട്ടുണ്ട്. മാത്രമല്ല 2-3 സംഘങ്ങളായി വനംവകുപ്പ് തിരിഞ്ഞ് ഇതിൻ്റെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. 2 കുങ്കിയാനകളിൽ ഒന്നിനെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരു കുങ്കിയാന എന്ന് പറയുന്നത് ഈ ദൃശ്യത്തിൽ കാണുന്ന വിക്രമാണ്. ഇനി കോന്നി സുരേന്ദ്രനെ കൂടി ഇവിടേക്ക് എത്തിക്കും. അങ്ങനെ 2 ആനകളെ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപ് നമ്മോടൊപ്പം ചേരുകയാണ്. ഇതിനകത്ത് എത്രത്തോളം നിങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം ഒരു ആശ്വാസമുണ്ട് ഈ നടപടി കാണുമ്പോൾ? നടപടിയിൽ ഞങ്ങൾ നല്ല പ്രതീക്ഷയിലാണുള്ളത്. 3 കൂടുകൾ വെക്കുന്നു. ഇപ്പോൾ 3 ടീമായിട്ട് ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. DFO അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്, റേഞ്ച് ഓഫീസറൊക്കെ പറഞ്ഞിട്ടുള്ളത് നമുക്കിതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് പിടിക്കാൻ കഴിയുമെന്നാണ്. എന്തായാലും പിടിച്ചു മാറ്റിയെങ്കിൽ മാത്രമേ ജനങ്ങളുടെ ആശങ്ക പൂർണ്ണമായി മാറുകയുള്ളൂ. വിളവെടുപ്പ് കാലം എന്ന നിലയ്ക്ക് തോട്ടങ്ങളിൽ ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളികളും അതുപോലെ തന്നെ കാപ്പി വിളവെടുക്കുന്നതിനൊക്കെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ആളുകൾക്ക് സ്വൈര്യമായി ഇപ്പോൾ ക്ഷീരകർഷകരുൾപ്പെടെ റബ്ബർ ടാപ്പിംഗ് നടത്തുന്നവരുൾപ്പെടെ തോട്ടങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് പിടിച്ചു മാറ്റാതെ ഈ പ്രദേശത്തെ ആളുകളുടെ ആശങ്കയ്ക്ക് ഒരു മാറ്റം വരില്ല. എന്തായാലും ഇതാണ് ഇവർ പറയുന്ന കാര്യം. കാരണം എത്രയും വേഗം ഇതിനെ കടുവയെ ഇവിടെ നിന്ന് പിടിച്ച് പോകണം എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇങ്ങനെ മയക്കുവെടി വെക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ മാത്രമല്ല, പെരുന്തട്ട എന്ന് പറയുന്ന സ്ഥലത്ത് സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുപോലെ തന്നെ കടുവ ഇറങ്ങിയ ഒരു അവസ്ഥയാണ് ഉള്ളത്. സ്വാഭാവികമായും ഇവിടുത്തെ കടുവയെ പിടികൂടി കൊണ്ടുപോകണമെന്നുള്ള ആവശ്യമാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത്. അത്രമാത്രം ഇവിടുത്തെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. കൊച്ചുകുട്ടികൾ അടക്കമുള്ള പ്രദേശമാണ്. അവർക്ക് പല ഭാഗങ്ങളിലേക്ക്, സ്കൂളുകളിലേക്കൊക്കെ വിടാൻ വലിയ ഭീതി ആളുകളെ സംബന്ധിച്ചുണ്ട്. ഇന്നലെ തന്നെ നമ്മളോട് ഇവിടുത്തെ ആളുകളെല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഈ പ്രദേശത്തുണ്ട്. അതുതന്നെയാണ് ഈ ദൗത്യം വേഗത്തിലാക്കാനുള്ള നീക്കം നടന്നിരിക്കുന്നത്. ഇന്നലെ തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇവിടേക്ക് എത്തുകയും അദ്ദേഹം ബത്തേരിയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു യോഗം ചേരുകയും ചെയ്തു. ആ യോഗത്തിൽ ഈ DFOമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. CCF ദീപ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തു. ആ യോഗത്തിന് ശേഷമാണ് ഇങ്ങനെ ഈ നടപടി വേഗത്തിലാക്കണമെന്നുള്ള ആവശ്യം ഉയരുകയും അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ കുങ്കിയാനകൾ ഉപയോഗിച്ച് തെരച്ചിൽ, ഒപ്പം തന്നെ ഡോക്ടർ അരുൺ സക്കറിയെ തന്നെ നേരിട്ട് ഇവിടേക്ക് ഇറക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെ ഒരു കൂടിയാലോചനകൾ ഇന്നലെ നടന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ദൗത്യം നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ തെർമൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് നടക്കുന്നത്. തെർമൽ ഡ്രോൺ ഉപയോഗിച്ചാൽ സ്വാഭാവികമായും ഇങ്ങനെ ഒരു ജീവസാന്നിധ്യം കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. ആ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലിലേക്കാണ് ഈ വനംവകുപ്പ് പോകുന്നത്. ഒപ്പം തന്നെ 3ാമത്തെ കൂട് അല്പസമയത്തിനാണ് ഇവിടെ എത്തിക്കും. കോന്നി സുരേന്ദ്രൻ എന്ന കൊമ്പനെ കൂടി എത്തിച്ചു കഴിഞ്ഞാൽ ഇതിലെ ആ ഡ്രൈവ് ഈ വനമേഖല കേന്ദ്രീകരിച്ച് അതിനോട് അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആ ഡ്രൈവിലേക്ക് വനംവകുപ്പ് കടക്കും. ഉന്മേഷ്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്. കുങ്കിയാന എത്തിച്ചാണ് കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ വനംവകുപ്പ് ഊർജിതമാക്കിയിരിക്കുന്നത്. കണ്ണൂർ കണ്ണമ്മ വനത്തിൽ കാണാതായ ആദിവാസി യുവതിക്കായി തിരച്ചിൽ തുടരുകയാണ്. പോലീസിനും വനപാലകർക്കുമൊപ്പം സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് തിരച്ചിൽ. കണ്ണമ്മ സ്വദേശിയെ സിന്ധുവിനെ കാണാതായിട്ട് ഇന്നേക്ക് 13 ദിവസം പിന്നിടുകയാണ്. അരുൺ പൂപ്പറമ്പ ഇപ്പോൾ കണ്ണമ്മ വനത്തിനുള്ളിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കണ്ണമ്മ വനത്തിൽ കാണാതായ സിന്ധുവിനായുള്ള തെരച്ചിൽ 13ാം ദിവസവും തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് ഉൾപ്പെടെ ഉൾവനത്തിൽ ഉൾപ്പെടെ തെരച്ചിൽ നടത്തിയിട്ടും സിന്ധുവിനെക്കുറിച്ച് ഒരു സൂചനയും കിട്ടിയില്ല. ഇന്ന് കൂടുതൽ വിപുലമായുള്ള തെരച്ചിൽ ആണ് നടക്കുന്നത്. പോലീസ്, അതോടൊപ്പം തന്നെ വനപാലകർ, അതോടൊപ്പം വിവിധ സന്നദ്ധ സംഘടനകൾ, നാട്ടുകാരുടെ കൂട്ടായ്മകളൊക്കെയായി വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞുകൊണ്ടാണ് ഈ ഉൾവനത്തിൽ ഉൾപ്പെടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ തെരച്ചിൽ ഒരു ഫലം ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിൽ 5 സ്ക്വാഡും, അതുപോലെ തന്നെ പോലീസ്, ഫയർഫോഴ്സ്, വനം വകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ മറ്റ് സ്ക്വാഡും, കേരള പോലീസിലെ തണ്ടർ ബോൾട്ടിൻ്റെ വിഭാഗം കൂടിയുള്ള തെരച്ചിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് അറക്കൽ വെള്ളച്ചാട്ടവും പരിസരവുമാണ്. അപ്പോൾ ഇനി ഈ മേഖലകളിലെ തിരച്ചിൽ നമ്മൾ ഇന്ന് വൈകിട്ട് വരെ തുടരുന്നതായിരിക്കും. വനത്തിലുള്ള ദുഷ്കരമാണ്. അത് നമ്മൾ കാടറിയുന്ന ആൾക്കാരെ കൂടി ഉപയോഗപ്പെടുത്തിയിട്ടാണ് തെരച്ചിൽ നടത്തുന്നത്. അത് കഴിഞ്ഞ 13 ദിവസമായി തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ തന്നെ ഒരു സൂചന ലഭിച്ചിരുന്നില്ല. പക്ഷേ ഈ വനത്തിൽ തന്നെ സിന്ധു ഉണ്ടാകാനുള്ള സാധ്യതയാണ് എന്തായാലും പോലീസ് അത്തരത്തിലുള്ളൊരു നിഗമനത്തിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് വനത്തിൽ ഈ വിവിധ സ്ക്വാഡുകളിലായി വലിയ ഏക്കർ കണക്കിനുള്ള വനമാണ്. സ്വാഭാവികമായും
അതിൻ്റെ എല്ലാ മേഖലകളിലും തെരച്ചിൽ വ്യാപിപ്പിച്ചാൽ മാത്രമേ ഈ വനത്തിൽ തന്നെ ഉണ്ടോ എന്ന കാര്യത്തിലൊരു വ്യക്തത എന്തായാലും വരൂ. അതിനാണ് പോലീസ് വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞുകൊണ്ട് ഈ നാട്ടുകാരുടെ സഹായം എന്ന് പറയുമ്പോൾ വനത്തെ കുറച്ചുകൂടി അറിയുന്നവരാണ് നാട്ടുകാർ. ഒരുപക്ഷെ പോലീസിനേക്കാൾ ഈ വനത്തിൻ്റെ എല്ലാ മേഖലകളെ സംബന്ധിച്ചും അറിയുന്നവരാണ് നാട്ടുകാർ. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ സഹായം ഇതിൽ കൂടുതൽ തേടിക്കൊണ്ടുള്ള തെരച്ചിലാണ് എന്തായാലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ തെരച്ചിലിൽ ഒരു ഫലം കാണും, സിന്ധുവിനെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ് എന്തായാലും ഇവർ പങ്കുവെക്കുന്നത്. ഈ കുടുംബവും കഴിഞ്ഞ 13 ദിവസമായി കാത്തിരിക്കുകയാണ്. സിന്ധുവിൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അത്തരമൊരു ഫലമുണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. കണ്ണാം വനത്തിൽ നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. ഇനി ശബരിമല വാർത്തയിലേക്ക്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. പന്തളത്ത് നിന്ന് അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുള്ള ഘോഷയാത്ര തുടങ്ങി. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിച്ചത്. ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി ഇപ്പോൾ പന്തളത്ത് നിന്ന് ചേരുന്നുണ്ട്. ടോബി, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെയുള്ളത്. എന്തായാലും കൃത്യസമയത്ത് തന്നെ, അതായത് 1 മണിക്ക് തന്നെ ഈ തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി ഉള്ള 2 ദിവസം കൊണ്ട് ശബരിമലയിലേക്ക് ഈ തിരുവാഭരണ ഘോഷയാത്ര എത്തും. അതിന് മുന്നോടിയായിട്ട് നിരവധി ഭക്തർ ഈ തിരുവാഭരണം കാണുന്നതിന് വേണ്ടി ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ ഈ പന്തളം കൊട്ടാരത്തിലേക്ക്, പന്തളം ക്ഷേത്രത്തിലേക്കും എത്തിയിരുന്നു. രാവിലെ 4:30 കൂടിയാണ് ഈ പന്തളം കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന തിരുവാഭരണം അത് ക്ഷേത്രത്തിലേക്ക്, വലിയ കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് മാറ്റിയത്. തുടർന്ന് 12 മണി വരെ ഭക്തർക്ക് അത് കാണാനുള്ള, തിരുവാഭരണം കാണാനുള്ള സമയമായിരുന്നു. 12 മണി കഴിഞ്ഞപ്പോൾ തന്നെ മറ്റ് ചടങ്ങുകൾ, പ്രധാനപ്പെട്ട പൂജാകർമ്മങ്ങളെല്ലാം തന്നെ ആരംഭിച്ചു. അങ്ങനെ 3 പേടകങ്ങളിലാക്കി ഈ തിരുവാഭരണം അവിടെ നിന്നും ഇപ്പോൾ ശബരിമലയിലേക്ക് കൊണ്ടുപോകുകയാണ്. ധനു 28-നാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഇവിടെ നിന്ന് 3 പേടകങ്ങളിലാണ് 11ഓളം സ്ഥലങ്ങളിൽ ഈ തിരുവാഭരണം പോകുന്ന വഴിയിൽ തുറന്ന് കാണിക്കും. ഏകദേശം 85 കിലോമീറ്റർ ദൂരമാണ് ശബരിമലയിലേക്കുള്ളത്. വിവിധ ക്ഷേത്രങ്ങളിലടക്കം സന്ദർശിച്ച് പരമ്പരാഗത പാതയിലൂടെ, വനത്തിലൂടെയും മറ്റും ശരംകുത്തിയിൽ 14-ാം തീയതി ഏകദേശം 5 മണിയോടുകൂടി ശരംകുത്തിയിലെത്തുന്ന ഈ ഘോഷയാത്രയെ, തിരുവാഭരണ ഘോഷയാത്രയെ ദേവസ്വം ബോർഡ് അടക്കമുള്ളവർ ചേർന്ന് സ്വീകരിച്ച് സന്നിധാനത്തേക്ക് കൊണ്ടുപോകും. തുടർന്നാണ് അവിടെ ഈ തിരുവാഭരണം ചാർത്തിയുള്ള ചടങ്ങുകൾ നടക്കുക. ഇത്തവണയും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തവണയും 90 വയസ്സുള്ള കുളത്തിനാൽ ഗംഗാധരൻ പിള്ള തന്നെയാണ് ഈ പേടകം വഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള 26-അംഗ സംഘമാണ് ഈ പേടകം വഹിക്കുന്നത്. 18ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ പേടകം വഹിക്കുന്ന ചുമതല ഏറ്റെടുത്തതാണ്. അന്നു മുതൽ ഇന്ന് വരെ അദ്ദേഹം ഇത് തുടർന്നു പോരുകയാണ്. അങ്ങനെ 26-അംഗ സംഘം ഈ 3 പേടകങ്ങൾ, തിരുവാഭരണവും അതുപോലെ തന്നെ മാളികപ്പുറത്തും മറ്റും ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള പാത്രങ്ങളും പൊടിക്കുറയും എല്ലാം അടങ്ങുന്ന 3 പേടകങ്ങളാണ്. അതിൽ ഈ ഗോപുരം പോലെ ഇരിക്കുന്ന പേടകത്തിലാണ് ഈ തിരുവാഭരണം ഉള്ളത്. അത് അയ്യപ്പന്റെ അച്ഛനായിരുന്ന രാജാവ് അദ്ദേഹത്തിന് വേണ്ടി. ശരി ടോബി ജോൺസൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് പന്തളത്ത് നിന്നും. ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകളിലേക്ക്. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. തർക്കം തീരുമോ സഭയിൽ? സംഘർഷങ്ങളും പ്രതിഷേധങ്ങളും തുടരുന്ന സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന തുടരും എന്ന് സഭാ നേതൃത്വം. സിനഡ് തീരുമാനം അന്തിമമെന്നും അതിരൂപതയിൽ മാത്രം മാറ്റം കൊണ്ടുവരാൻ കഴിയില്ലെന്നും മെത്രാപ്പൊലീത്തൻ വികാരിയായി ചുമതലയേറ്റ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി വ്യക്തമാക്കി. അതിരൂപത ആസ്ഥാനത്തെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് വൈകിട്ട് ജില്ലാ കളക്ടർ അധ്യക്ഷതയിൽ സമവായ ചർച്ച നടക്കും. സിനഡ് അംഗീകരിച്ച മാർഗരേഖ അനുസരിച്ചായിരിക്കും മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ഭരണനിർവഹണം നടത്തുക. ഇതോടെ ഏകീകൃത കുർബാന വിവാദത്തിലെ പ്രശ്നപരിഹാരം ചുമതലയേറ്റ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്ക് ദുഷ്കരമാകും. മാർപ്പാപ്പയുടെ തീരുമാനം അന്തിമമാണെന്ന് വിശ്വാസികൾ മനസ്സിലാക്കണമെന്നും തുറന്ന മനസ്സോടെ എല്ലാവരുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മാർ ജോസഫ് പാംപ്ലാനി. ഒരു കാര്യം, മാർപ്പാപ്പ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അന്തിമ തീരുമാനമാണ്. പ്രതിഷേധിക്കുന്നവരെയും അനുകൂലിക്കുന്നവരെയും എല്ലാവരെയും ചർച്ചയ്ക്ക് വിളിക്കും. അങ്ങനെ
ഈ രണ്ട് വിഭാഗങ്ങളായിട്ട് അതിരൂപത പോകരുത്. ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ കാലമാണ് കടന്നുപോയതെന്നും തെറ്റുപറ്റിയെങ്കിൽ മാപ്പെന്നും അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതലയൊഴിഞ്ഞ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ. എനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടെങ്കിലും ദൈവം എന്നെ വരമേൽപ്പിച്ച ഒരു ചുമതല ചെയ്യാനായിട്ട് ഞാൻ പരമാവധി പരിശ്രമിച്ചു. എന്തെങ്കിലും കുറവുകൾ എൻ്റെ ഭാഗത്തുനിന്ന് ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് മാപ്പ് ചോദിക്കുന്നു. പ്രശ്നപരിഹാരത്തിനുള്ള സമവായ ചർച്ച വൈകിട്ട് 7-ന് എറണാകുളം ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടക്കും. ബിഷപ്പ് ഹൗസിലെ പ്രതിഷേധത്തിൽ 21 വൈദികർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം 4 കേസുകൾ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്തു. 24 കൊച്ചി. പള്ളിത്തർക്കത്തിൽ സംസ്ഥാനത്തെ ഓർത്തഡോക്സ് യാക്കോബായ സഭാ വിശ്വാസികളുടെ കണക്കെടുക്കാൻ സർക്കാർ. ഓരോ ഇടവകകളിലുമുള്ള വിശ്വാസികളുടെ എണ്ണം ശേഖരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തി. പള്ളിത്തർക്കത്തിൽ സുപ്രീം കോടതി പരിഗണനയിലുള്ള കേസിന്റെ ഭാഗമായിട്ടാണ് കണക്കെടുപ്പ്. സംസ്ഥാനത്തെ ഓർത്തഡോക്സ് യാക്കോബായ സഭാവിശ്വാസികളുടെ കൃത്യമായ വിവരശേഖരണമാണ് തലയെണ്ണലിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഓർത്തഡോക്സ് വിശ്വാസികളുടെ എണ്ണം എത്ര, യാക്കോബായ വിശ്വാസികളുടെ എണ്ണം എത്ര, ഈ വിഭാഗങ്ങൾക്ക് ആകെ എത്ര പള്ളികളുണ്ട്, ഇതാണ് വിവരശേഖരണത്തിലൂടെ സമാഹരിക്കുന്ന അടിസ്ഥാന വിവരങ്ങൾ. ഓരോ പള്ളികളുടെയും നിയന്ത്രണം ഏത് വിഭാഗത്തിനാണ്, ഇതിൽ തന്നെ ഓർത്തഡോക്സ് വിഭാഗത്തിന് എത്ര പള്ളികൾ നിയന്ത്രണമുണ്ട്, യാക്കോബായ വിഭാഗത്തിന് എത്ര പള്ളികളുടെ നേതൃത്വമുണ്ട് തുടങ്ങിയ വിവരങ്ങളും സർക്കാർ ശേഖരിക്കും. നടത്തിപ്പവകാശം സംബന്ധിച്ച് തർക്കമുള്ള പള്ളികൾ ഏതൊക്കെ, അവയിൽ തന്നെ തൽസ്ഥിതി നിലനിർത്തിപ്പോരുന്നവ എത്ര, തർക്കങ്ങളുള്ള പള്ളികളിലെ നിലവിലെ അവസ്ഥ എന്താണ്, ഓരോ ദേവാലയങ്ങളുടെയും പരിധിയിലെ ഓർത്തഡോക്സ് യാക്കോബായ വിശ്വാസികളുടെ അനുപാതം എത്ര തുടങ്ങിയ നിർണായക വിവരങ്ങളും സർക്കാർ ശേഖരിക്കുന്നുണ്ട്. പഞ്ചായത്ത് തലത്തിലോ സബ് ഡിവിഷൻ തലത്തിലോ ഉള്ള വിവരശേഖരണമാണ് നടത്തുന്നത്. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി വിവരശേഖരണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ മാസം 7-ന് നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിൽ 2 ദിവസത്തിനകം വിവരശേഖരണം നടത്തി നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മലങ്കര സഭയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ 1934 ഭരണഘടന അനുസരിച്ച് വേണം ഭരണം നടത്തേണ്ടതെന്നാണ് 2017 സുപ്രീം കോടതി വിധി ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമാണ്. എന്നാൽ വിധി നടപ്പിലാക്കുന്നതിൽ യാക്കോബായ വിഭാഗത്തിന് ആശങ്കയുണ്ട്. ഇതാണ് പ്രശ്നപരിഹാരത്തിനുള്ള തടസ്സം. ഈ സാഹചര്യത്തിൽ വിവരശേഖരണം കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വ്യക്തമല്ല. 24 തിരുവനന്തപുരം. പാലക്കാട് എന്നൊരു വാർത്ത ഇപ്പോൾ നിഖിൽ പ്രമേഷ് അറിയിക്കുന്നുണ്ട്. പാലക്കാട് കല്ലടിക്കോടാണ് ദേശീയപാതയിൽ സ്കൂളിന് സമീപം കാട്ടുപന്നി സ്കൂട്ടറിൽ ഇടിച്ച് അപകടം. സ്കൂട്ടർ യാത്രക്കാരി രക്ഷപ്പെട്ടു. പ്രദേശത്ത് ഏറെ നേരം കാട്ടുപന്നി ഭീതി പരത്തിയെന്നാണ് നിഖിൽ പ്രമേഷ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അല്പസമയത്തിനകം വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ എത്തും. തിരുവനന്തപുരം തമ്പാനൂരിലെ ടൂറിസ്റ്റ് ഹോമിലെ മുറിയിൽ യുവതിയെയും മധ്യവയസ്കനെയും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പേയാട് സ്വദേശി ആശയെ കഴുത്തറത്ത നിലയിലും സി കുമാരൻ എന്നയാളെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. മുറിയിൽ മൽപ്പിടുത്തം നടന്നതിന്റെ ലക്ഷണം ഉള്ളതായി പോലീസ് അറിയിച്ചു. 2 ദിവസം മുമ്പാണ് കുമാരൻ തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കൊടിയിൽ ടൂറിസ്റ്റ് ഹോമിൽ മുറിയെടുത്തത്. ആശ എത്തിയത് ഇന്നലെ. ജീവനക്കാർ മുറി വൃത്തിയാക്കുന്നതിനായി പലതവണ മുട്ടി വിളിച്ചിട്ടും പ്രതികരണമുണ്ടായില്ല. ഇതോടെ തമ്പാനൂർ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് എത്തി മുറിയുടെ കതക് ചവിട്ടിപ്പൊളിച്ചാണ് അകത്ത് കടന്നത്. കഴുത്തറത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ കട്ടിലിന് സമീപത്താണ് ആശയുടെ മൃതദേഹം കണ്ടെത്തിയത്. കുമാരനെ തൂങ്ങി മരിച്ച നിലയിലും. വിവാഹമോചിതനായ ശേഷമാണ് കുമാരൻ ആശയുമായി അടുപ്പത്തിലായത്. വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമാണ് ആശ. ആശയെ കാണാനില്ലെന്ന് കാണിച്ച് ഭർത്താവ് കഴിഞ്ഞ ദിവസം വെളപ്പിൽശാല പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇന്നലെ രാവിലെ 5:30 മുതൽ കാണാതായെന്നാണ് പരാതി. പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മുറിയിൽ മൽപ്പിടുത്തം നടന്നതായി വ്യക്തമാക്കുന്ന തെളിവുകളും പോലീസിന് കിട്ടി. ആശയുടെ ശരീരത്തിൽ ക്ഷതമേറ്റ പാടുകളുണ്ട്. കുമാരന്റെ തോളിലും കൈകളിലും മുറിവേറ്റിട്ടുണ്ട്. ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുള്ളത്. ഇതൊരു ഡബിൾ സൂസൈഡ് കേസാണോ ഓരോ ഹോമിസൈഡ് സൂസൈഡ് കേസാണോ എന്ന്. ഇഞ്ചുറീസ് മാർക്ക് ചെയ്യാനുണ്ട്. ഇഞ്ചുറീസ് നോക്കിയിട്ട് മാത്രമാണ് എന്താണ് ശരിക്കും സംഭവിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പൂർണ്ണമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ട് മാത്രമാണ് എന്താണ് സംഭവിച്ചത് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും. ഇന്നലെ രാത്രിയാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസ് നിഗമനം. ഫോറൻസിക് സംഘം മുറിക്കുള്ളിൽ പരിശോധന നടത്തി. വിശദമായ അന്വേഷണത്തിലൂടെ കൊലപാതക കാരണം വ്യക്തമാകുമെന്ന് തമ്പാനൂർ പോലീസ് അറിയിച്ചു. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ ദുരൂഹമരണത്തിൽ സമഗ്രമായ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. നിലവിൽ മാൻ മിസ്സിംഗിനാണ് കേസ്. കളക്ടറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് അന്വേഷണം നടത്താനാണ് പോലീസിന്റെ നീക്കം. അയൽവാസി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കളക്ടർക്ക് സമർപ്പിച്ചിരുന്നു. ജീവനോടെയാണോ സമാധിയിരുത്തിയത് അതോ മരണശേഷമാണോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഗോപൻ സ്വാമിയുടെ മക്കളുടെ മൊഴിയിലും വൈരുദ്ധ്യമുണ്ട്. ഒരാളുടെ മൊഴി വീട്ടിൽ വെച്ച് മരിച്ചുവെന്നും പിന്നീട് സമാധിയാക്കിയെന്നുമാണ്.
എന്നാൽ മറ്റൊരാൾ നൽകിയ മൊഴിയിൽ കല്ലറയിൽ ഇരുന്ന ശേഷം സമാധിയായി എന്നാണ്. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമനുസരിച്ചായിരിക്കും പോലീസിന്റെ തുടർ നീക്കം. 24 തിരുവനന്തപുരം. MLA-മാരായ യു പ്രതിഭയും MS അരുൺകുമാറും ഉൾപ്പെടെ 4 പുതുമുഖങ്ങൾ CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ. ജില്ലാ സെക്രട്ടറിയായി R നാസർ തുടരും. ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിന് എതിരെ കായംകുളം ഏരിയ സെക്രട്ടറി അബിൻ ഷാ ഫേസ്ബുക്കിലൂടെ പരസ്യ വിമർശനവുമായി എത്തി. വിവരങ്ങളുമായി മനീഷ് മഹിബാൽ ഇപ്പോൾ ചേരുന്നുണ്ട്. മനീഷ്, അപ്പോൾ ഈ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിനൊപ്പം പ്രതിഷേധങ്ങളുണ്ട്, വിഭാഗീയതയിൽ നടപടിയുണ്ട്. R നാസർ ജില്ലാ സെക്രട്ടറിയായി തുടരുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള R നാസർ 2018 മുതൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ്. ഇത് 3ാമത്തെ ടേമാണ് അദ്ദേഹത്തിന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയെ തുടരുന്നത്. ഒപ്പം തന്നെ 4 പുതുമുഖങ്ങൾ കൂടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലേക്കുണ്ട്. അതിൽ 2 MLA-മാരുണ്ട്. യു പ്രതിഭയും മാവേലിക്കര MLA MS അരുൺകുമാറും ഒപ്പം തന്നെ മറ്റ് 2 ഏരിയ സെക്രട്ടറിമാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ 15 ഏരിയ സെക്രട്ടറിമാരിൽ 4 ഏരിയ സെക്രട്ടറിമാരെ മാത്രമേ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ. പക്ഷേ ഇത്തവണ ഏരിയ സെക്രട്ടറിമാരുടെ എണ്ണം ജില്ലാ കമ്മിറ്റിയിൽ വർദ്ധിപ്പിക്കണമെന്ന അതിന്റെ ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആലപ്പുഴ ഏരിയ സെക്രട്ടറി അജയ് സുധീന്ദ്രനെയും മാരാരിക്കുളം ഏരിയ സെക്രട്ടറി P രഘുനാഥിനെയും ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. അവസാന നിമിഷം വരെയും കായംകുളത്ത് നിന്ന് നിലവിൽ ഒരു ജില്ലാ കമ്മിറ്റി അംഗമുണ്ട്. അത് ജനതാദളിൽ നിന്നും CPM-ലേക്ക് എത്തിയ ഷെയ്ഖ് P ഹാരിസാണ്. പക്ഷേ ഒരാളെ കൂടി നിലവിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട കായംകുളം ഏരിയ സെക്രട്ടറി അബിൻ ഷായെ അവസാന നിമിഷം വരെയും ജില്ലാ സെക്രട്ടേറിയറ്റിന് മുൻപ്, ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിന് മുൻപ് അബിൻ ഷായെ ജില്ലാ കമ്മിറ്റിയിൽ വരുമെന്ന വിവരം പുറത്തു വന്നിരുന്നു. പക്ഷേ അവസാന നിമിഷം അബിൻ ഷായ്ക്ക് പകരം യു പ്രതിഭയെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഇന്ന് രാവിലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുകയായിരുന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമായിരുന്നു യു പ്രതിഭയെ കൂടി ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്ന തീരുമാനം അനുസരിച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അത്തരത്തിലുള്ള തീരുമാനം സമ്മേളനത്തിൽ വെച്ചത്. സമ്മേളനത്തിന് അനുമതി ലഭിച്ചിട്ടുണ്ട്. 4 പേരെ ഉൾപ്പെടുത്തുകയും ഒപ്പം തന്നെ 5 പേരെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. 47 പേരായിരുന്നു നേരത്തെ ജില്ലാ കമ്മിറ്റിയിലുള്ളത്. അതിൽ 5 പേരെ ഒഴിവാക്കി പകരം 4 പേരെ കൊണ്ടുവന്ന് 46 അംഗ ജില്ലാ കമ്മിറ്റി ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഒഴിവാക്കിയതിൽ ഒരാൾ CPM-ന്റെ മുതിർന്ന നേതാവ് ശിവദാസനാണ്. ശിവദാസനെ പ്രായപരിധിയാകുന്നതിന് മുൻപ് ഒഴിവാക്കിയത് നേരത്തെ പരാതികളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ പാർട്ടി നേരത്തെ തന്നെ ഈ വിഷയം പരിശോധിച്ചിരുന്നു. ഇപ്പോൾ പാർട്ടിയിലേക്ക് എത്തിയ ഷെയ്ഖ് P ഹാരിസ് അടക്കം ശിവദാസിനെതിരെ പരാതി ഉന്നയിച്ചിരുന്നു. വിഭാഗീയ പ്രശ്നങ്ങളിൽ ഉണ്ടാക്കുന്നതിൽ വലിയ നേതൃത്വം നൽകുന്ന ശിവദാസനാണെന്ന തരത്തിലുള്ള പരാതി ഉണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ശിവദാസനെ 5 പേര് ഒഴിവാക്കിയത് കൂട്ടത്തിൽ ശിവദാസനെ കൂടി ഒഴിവാക്കി. ഇന്ന് വൈകിട്ട് സമാപന സമ്മേളനമാണ്. G സുധാകരനെ ക്ഷമിച്ചിട്ടുണ്ട്. പൊതുസമ്മേളനത്തിൽ G സുധാകരൻ പങ്കെടുക്കുമെന്നതാണ് നോക്കിക്കാണേണ്ടത്. ഉന്മേഷ്. മനീഷ് മഹിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്. മലപ്പുറം അരീക്കോട് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയെന്ന പരാതി ഉയരുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. നേരത്തെ നമ്മൾ ഒരു വാർത്ത സൂചിപ്പിച്ചിരുന്നു. പാലക്കാട് കല്ലടിക്കോട് ദേശീയപാതയിൽ കാട്ടുപന്നി സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടം സംബന്ധിച്ച് സ്കൂട്ടർ യാത്രക്കാരെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. പ്രദേശത്ത് ഏറെ നേരം കാട്ടുപന്നി ഭീതി പരത്തി. നിഖിൽ പ്രമേശാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ പാലക്കാട് നിന്ന് ചേരുന്നത്. നിഖിൽ, ഇതെപ്പോഴായിരുന്നു ഈ സംഭവം? എന്തൊക്കെയാണ് വിവരങ്ങൾ നിഖിൽ? ഇന്ന് രാവിലെ 10:45 കൂടിയിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നഗരത്തിലേക്കാണ് ഈ കാട്ടുപന്നി ഓടിയെത്തിയത്. വളരെ വേഗത്തിൽ കുതിച്ചെത്തിയ ഈ കാട്ടുപന്നി ഒരു സ്ത്രീയുടെ സ്കൂട്ടറിന് മുന്നിലേക്ക് ചാടി വരികയും അവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയുമായിരുന്നു. ഈ സ്കൂട്ടർ യാത്രക്കാരിക്ക് മുന്നിലേക്കാണ് ഈ കാട്ടുപന്നി ആദ്യം പാഞ്ഞെടുത്തത്. അവർ വളരെ അത്ഭുതകരമായി അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും മറ്റ് നിരവധി ആളുകൾക്ക് മുന്നിലേക്ക് ഈ കാട്ടുപന്നി ചാടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പ്രദേശത്ത് ഏറെ നേരം ഇത് ഭീതി പരത്തി എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്, അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പറയുന്നത്. പിന്നീട് നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഇതിനെ ഓടിക്കുകയായിരുന്നു. അതായത് കുറേ അധികം ആളുകൾ ചേർന്ന് കല്ലെറിഞ്ഞും മറ്റുമൊക്കെ ഇതിനെ ഈ നഗരമേഖലയിൽ നിന്ന് ഓടിക്കുകയായിരുന്നു. ഇതിപ്പോൾ അതിനുശേഷം എവിടേക്കാണ് പ്രവേശിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കൃത്യമായി പറഞ്ഞാൽ കല്ലടിക്കോട് ദേശീയപാതയിൽ മാപ്പിള സ്കൂളിന് സമീപത്താണ് ഈ സംഭവം ഉണ്ടായത്. ഉന്മേഷ്. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ പരോക്ഷ വിമർശനത്തിൽ സംസ്ഥാന നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരെ മുസ്ലിം ലീഗ് നേതൃത്വം. കേസുകളിൽ നിന്ന് ഊരിപ്പോരാൻ ഇടതുമുന്നണി സഹായിക്കും എന്ന ധാരണയാണ് വിമർശനത്തിന് പിന്നിലെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം കുറ്റപ്പെടുത്തി. പറയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നാണ് ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ പ്രതികരണം.
കോഴിക്കോട് ലത്തീൻ രൂപത ബിഷപ്പ് മാർ വർഗീസ് ചക്കാലക്കലുമുത്ത പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കേക്ക് മുറിച്ചതിൽ അമ്പലക്കടവിന്റെ പരോക്ഷ വിമർശനമാണ് ലീഗിനെ ചൊടിപ്പിച്ചത്. ഹമീദ് ഫൈസി അമ്പലക്കടവ് പ്രസിഡന്റായ സ്കൂളിൽ മകളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികളിൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന അന്വേഷണം ചർച്ചയാക്കാൻ ശ്രമിച്ചാണ് ലീഗ് തിരിച്ചടിക്കുന്നത്. തങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഖജനാവിലെ ഭീകരമായ തട്ടിപ്പ് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ലീഗ് നേതാക്കന്മാരെ കുറ്റം പറയുക എന്നതാണ് എന്ന് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ്. ഭീകരമായ തട്ടിപ്പ് കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ചിലർക്ക് ലീഗ് നേതാക്കളെ കുറ്റം പറയലാണെന്ന് സലാം പറയുന്നു. എന്നാൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെയല്ല താൻ പ്രസംഗിച്ചതെന്നാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ വിശദീകരണം. നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യം, ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ അഭിപ്രായം പ്രകടിപ്പിക്കാത്ത അല്ലെങ്കിൽ ചിന്തിക്കാത്ത കാര്യം തെറ്റായി ധരിപ്പിച്ച് ഈ സമൂഹത്തിൽ വിഘടനം ഉണ്ടാക്കുന്നത്, വിള്ളലുണ്ടാക്കുന്നത് വളരെ ദുഃഖകരമാണ്. മുസ്ലിം സംഘടനകൾക്കിടയിൽ വിള്ളലുണ്ടാക്കുന്നതിൽ പൂർവ്വകാലങ്ങളിലും ഗണനീയമായ പങ്ക് വഹിച്ചിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി. വിധ്വംസക ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം തീർച്ചയായും അവരുടെ ഭാഗത്തുനിന്നുണ്ട്. ഇതര മതവിഭാഗങ്ങളുടെ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നത് നിഷിദ്ധമാണെന്നും ലീഗിന്റെ മുൻ നേതാക്കൾ ഇത്തരം കാര്യങ്ങളിൽ മാതൃക കാണിച്ചിട്ടുണ്ടെന്നുമായിരുന്നു ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ വിമർശനം. 24 മലപ്പുറം. കൂടുതൽ ജില്ലാ കമ്മിറ്റികൾ രൂപീകരിച്ച ശേഷമുള്ള BJP ജില്ലാ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നാളെ. മിക്ക ജില്ലകളിലും കനത്ത മത്സര സാധ്യതയുണ്ട്. ബൂത്ത്, മണ്ഡലം അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക വിഭാഗം മേൽക്കൈ നേടി. BJP സംഘടനാ സംവിധാനം അടിമുടി മാറി. ബൂത്ത്, മണ്ഡലം അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. 280 മണ്ഡലം കമ്മിറ്റികളിൽ ഭൂരിഭാഗവും കെ സുരേന്ദ്രൻ പക്ഷം പിടിച്ചു. ഇനി ജില്ലാ കമ്മിറ്റി. ഇത്തവണ 30 സംഘടനാ ജില്ലാ കമ്മിറ്റികളാണ് BJPക്കുള്ളത്. 30 ജില്ലാ അധ്യക്ഷന്മാരുമുണ്ടാകും. കൂടുതൽ സംഘടനാ ജില്ലകളിലും മുന്നേറ്റം നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കെ സുരേന്ദ്രൻ പക്ഷം. ഒരു മത്സരവുമില്ല. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ പാർട്ടിയുടെ മണ്ഡലം, ജില്ലാ, സംസ്ഥാന ഘടകങ്ങളെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. കോഴിക്കോട്, കണ്ണൂർ, ഇടുക്കി ജില്ലകളിലൊഴികെ മറ്റ് ജില്ലകളിൽ എല്ലാം ആധിപത്യം നേടാനാകുമെന്നാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ പ്രതീക്ഷ. കൊല്ലം ജില്ലയിൽ മണ്ഡലം പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് തന്നെ തർക്കത്തിലേക്കും കോടതി നടപടികളിലേക്കും വരെ നീണ്ടു. സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ മാറ്റം, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിലെ സംഘടനാ പ്രശ്നങ്ങൾ എന്നിവ സംഘടനാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്നാണ് നിർണായകം. 24 തിരുവനന്തപുരം. KPCC രാഷ്ട്രീയകാര്യ സമിതി മാറ്റിവെച്ചതിൽ AICC നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അസൗകര്യം അറിയിച്ചതിനെ തുടർന്നാണ് യോഗം മാറ്റിയത് എന്നാണ് വിശദീകരണം. അവസാന നിമിഷം യോഗം മാറ്റിയതിൽ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർക്ക് വിയോജിപ്പുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ, വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പ്, സർക്കാരിനെതിരായ സമരങ്ങൾ, പുനഃസംഘടന, ഇത്തരം സുപ്രധാന വിഷയങ്ങളാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നിട്ട് നാളുകളായെന്ന് പാർട്ടിക്കുള്ളിലും മുറുമുറുപ്പുണ്ട്. പ്രതിപക്ഷ നേതാവിന് അസൗകര്യമുണ്ട്, ജനപ്രതിനിധികൾക്ക് മണ്ഡലങ്ങളിൽ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളുണ്ട് തുടങ്ങിയവയാണ് യോഗം മാറ്റിവെച്ചതിന് നേതൃത്വം നൽകുന്ന വിശദീകരണം. എന്നാൽ യോഗത്തിൽ പങ്കെടുക്കാൻ AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തിരുവനന്തപുരത്തെത്തിയിരുന്നു. കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി ആകട്ടെ ഇന്ന് തലസ്ഥാനത്ത് എത്തേണ്ടതായിരുന്നു. അവസാന നിമിഷം യോഗം മാറ്റിവെച്ച രീതിയോട് ദീപദാസ് മുൻഷി കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയതായാണ് വിവരം. പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് സമയമില്ലേ എന്ന വിമർശനവും ദേശീയ നേതൃത്വത്തിനുണ്ട്. ഇന്നലെ ചേർന്ന UDF കക്ഷി നേതാക്കളുടെ യോഗത്തിൽ K സുധാകരൻ വിട്ടുനിന്നതും KPCC ഭാരവാഹി യോഗത്തിൽ പങ്കെടുക്കാൻ ഇന്ദിരാഭവനിലെത്തിയ VD സതീശൻ യോഗം കൃത്യസമയത്ത് തുടങ്ങാത്തതിനെ തുടർന്ന് മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ മടങ്ങിപ്പോയതും നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഭാഗമാണെന്നും ദേശീയ നേതൃത്വം വിലയിരുത്തുന്നു. 24 തിരുവനന്തപുരം. മലപ്പുറം അരീക്കോട് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയെന്ന് പരാതി. അയൽവാസിയും ബന്ധുക്കളും ഉൾപ്പെടെ 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. യുവതിയുടെ 15 പവൻ സ്വർണം കവർന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. മാനസിക 15 വർഷമായിട്ട് മാനസിക വെല്ലുവിളി സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എല്ലാവരും പിന്നെ സഹോദരിയാണ് എന്റെ സഹോദരി. എന്റെ അയൽവാസി ഒരു വ്യക്തി ഇവനെ നിരന്തരം ഫോണിൽ വലിയ ശല്യപ്പെടുത്തി കാണ്ട് ഇങ്ങനെ പൈസ തരും, മനസ്സിൽ ആളുണ്ട്, മറ്റവരുണ്ട്, മഞ്ചേരി ഏൽപ്പിച്ചു തരാൻ, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ പ്രകടനം നടത്തും. അപ്പോ അതിനൊന്നും ഇവർ കാരണം ഒരു ബുദ്ധില്ലല്ലോ. അങ്ങനെ ഒരു പറഞ്ഞു പറ്റിച്ചു കാണ്ട് ഇവന് പിന്നെ പല ആളുകൾക്കും പെൺവാണികൾ നടത്തിയേക്കണം. പല സ്ഥലങ്ങളിലായി സഹോദരി പറഞ്ഞ് ഞങ്ങൾ ചെറിയ സൂചന കിട്ടി. നമ്മളിവിടെ ഒരു മെമ്പർ കൂടി ഒന്ന് സംസാരിച്ചിട്ടുണ്ട്. വാർഡ് മെമ്പർ അതിനൊന്നും നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു തീരുമാനം കിട്ടിയില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു.
അവരും പറഞ്ഞു നിങ്ങളെ പെങ്ങളും കൂടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവരെ പൊക്കിക്കൊള്ളാൻ പറഞ്ഞു. ഇതിലൊരു നമ്മളിപ്പോ എനിക്ക് നമ്മൾ കിട്ടിയൊരു 8 വരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇനിയും അതിൽ ആൾക്കാരുണ്ട്. നമുക്ക് തെളിവ് കഴിയുന്ന ഇവര് പ്രതിയിൽ സമ്മതിച്ചതാണ്. ഇല്ല, ഇതുവരെ ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. വളരെ വിഷമമുണ്ട്. ഞങ്ങൾ വളരെ വിഷമത്തിലായി പറഞ്ഞു. വിപിൻ സി വിജയനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ മലപ്പുറത്തുനിന്ന്. വിപിൻ, ഇക്കാര്യത്തിൽ എന്തൊക്കെ വിവരങ്ങൾ പോലീസ് ഇപ്പോൾ നൽകുന്നുണ്ട് വിപിൻ? ഉന്മേഷ്, ഒരു കൂട്ടബലാത്സംഗത്തിന്റെ വാർത്ത കൂടി നമ്മൾ ഞെട്ടിപ്പിക്കുകയാണ്. ഇത് അരീക്കോട് നിന്നാണ് ഈ വാർത്ത വരുന്നത്. 38 വയസ്സുള്ള യുവതിയെയാണ് ഇപ്പോൾ കൂട്ടബലാത്സംഗത്തിനിരയാക്കി എന്നുള്ളത് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 3 FIRകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇട്ടിരിക്കുന്നത്. അരീക്കോട് സ്വദേശിയാണ്. അപ്പോൾ ഇത് പറയുന്നത് 2022-2023 കാലഘട്ടത്തിലാണ് ഈ പീഡനം നടന്നിരിക്കുന്നത്. അതും വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ചുകൊണ്ടാണ്. അതായത് മാനന്തവാടി, കോഴിക്കോട്, മഞ്ചേരി, ഒപ്പം തന്നെ അരീക്കോട്, ഈ പ്രദേശങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ്. അതിൽ അകന്ന ബന്ധുക്കളും ഒപ്പം തന്നെ ഈ നാട്ടുകാരുമാണ് ഈ പ്രതിപട്ടികയിൽ ഉള്ളത്. അപ്പോൾ അവരെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നൊരു ആവശ്യമാണ് ഈ കുടുംബത്തിനുള്ളത്. ഈ 2015 മുതൽ തന്നെ ഇതിൽ ഒരാളെ അറിയാം. അതിനുശേഷം അയാൾ മുഖ്യപ്രതി മറ്റ് ആളുകൾക്ക് കാഴ്ചവെച്ചു എന്നുള്ളതാണ് ഈ പരാതിയിൽ എടുത്തു പറയുന്നത്. പെൺകുട്ടി ഇപ്പോൾ മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടിയാണ്. അവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപ്പോൾ ഈ ചികിത്സയിലിരിക്കെ തന്നെ അവർ രഹസ്യമൊഴി നൽകിയിട്ടുണ്ട്. മജിസ്ട്രേറ്റ് മുൻപിൽ രഹസ്യമൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിവരങ്ങളും അവർ കൃത്യമായി തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതുപ്രകാരമാണ് പോലീസ് ഇപ്പോൾ 3 FIRകൾ ഇട്ടിട്ടുള്ളത്. കുടുംബം പറയുന്നത് ഈ 8 പേരല്ല, അതിനേക്കാൾ കൂടുതൽ ആളുകൾ വരുമെന്നും ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു അന്വേഷണം ഈ കാര്യത്തിൽ വേണം എന്നുള്ളതുമാണ് ഇപ്പോൾ ഈ സഹോദരനാണ് നമ്മോട് ഈ സംസാരിക്കുന്നത്. സഹോദരൻ അതിൽ എടുത്തു പറയുകയും ചെയ്യുന്നത്. കൊണ്ടോട്ടി DYSPക്കാണ് ഇതുമായി ബന്ധപ്പെട്ട ചുമതലയുള്ളത്. അപ്പോൾ നമ്മൾ DYSPയായിട്ട് സംസാരിച്ചിരുന്നു. പറയുന്നത് ഈ കേസിൽ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 കേസുകൾ എടുത്തിട്ടുണ്ട്. അതിൽ അന്വേഷണം വളരെ ഊർജ്ജമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് DYSP ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങണമെന്നുള്ളത് കുടുംബം പറയുന്നു. ഇപ്പോഴും ഈ പെൺകുട്ടി ചികിത്സയിലാണ് ഉള്ളത്. 2022-23 കാലഘട്ടത്തിലാണ് ഈ ഒരു പീഡനം നടന്നിട്ടുള്ളത്. അതിൽ ഒരാൾ 15 പവൻ സ്വർണവും 40,000 രൂപയും കൈക്കലാക്കിയിട്ടുണ്ട്. പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി പലർക്കായി കാഴ്ചവെച്ചു എന്നുള്ളതാണ് ഈ FIRൽ ഇപ്പോൾ പറയുകയും ചെയ്യുന്നത്. ഉന്മേഷ്, വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മലപ്പുറം ചങ്ങരംകുളം ചേലക്കടവിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ പ്രതി പിടിയിലായി. കരിക്കാട് സ്വദേശി സബിത്താണ് ചങ്ങരംകുളം പോലീസിന്റെ പിടിയിലായത്. വീട് മാറി ആക്രമിച്ചു എന്നാണ് സബിത്തിന്റെ മൊഴി. ഇന്നലെ പുലർച്ചെയാണ് കോൺഗ്രസ് പ്രവർത്തകനായ റാഷിദിന്റെ ചേലക്കടവിലുള്ള വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞത്. ഹെൽമറ്റ് ധരിച്ചെത്തിയായിരുന്നു ആക്രമണം. വീടിന്റെ മുൻവശത്തിന് കേടുപാട് പറ്റി. ഈ കേസിലാണ് 25-കാരൻ സബിത്തിനെ ചങ്ങരംകുളം പോലീസ് പിടികൂടിയത്. CCTV ദൃശ്യങ്ങൾ നിർണായക തെളിവായി. ആളുമാറിയാണ് പ്രതി റാഷിദിന്റെ വീട്ടിൽ ആക്രമണം നടത്തിയത് എന്നാണ് പോലീസിന്റെ നിഗമനം. ചങ്ങരംകുളത്തെ മൊബൈൽ ഷോപ്പിൽ നിന്ന് പ്രതിയുടെ ബന്ധു തവണ വ്യവസ്ഥയിൽ മൊബൈൽ എടുത്തതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നു. ഈ ഷോപ്പിന്റെ ഉടമയാണെന്ന് കരുതി ആളുമാറിയാണ് മറ്റൊരു മൊബൈൽ ഷോപ്പിന്റെ ഉടമ കൂടിയായ റാഷിദിന്റെ വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞത്. ഇങ്ങനെയാണ് മൊഴി. പിടിയിലായ സബിത്ത് കോറി തൊഴിലാളിയാണ്. അവിടെ സ്ഫോടനത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചാണ് റാഷിദിന്റെ വീട് ആക്രമിച്ചത്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യും. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 24 മലപ്പുറം. ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് ദൗത്യം വൈകും. പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം ഇന്ന് 3 മീറ്റർ വരെയാക്കി. വിശദമായി സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷം ഡോക്കിംഗ് നടത്തും എന്നാണ് ISROയുടെ അറിയിപ്പ്. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ISROയുടെ ചരിത്ര ദൗത്യം ഇന്ന് പൂർത്തീകരിക്കാനാകുമെന്നാണ് രാവിലെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ 500 മീറ്റർ അകലത്തിലായിരുന്ന ഉപഗ്രഹങ്ങളെ ഇന്ന് രാവിലെയോടെ 15 മീറ്റർ അകലത്തിലേക്ക് എത്തിച്ചു. പിന്നീട് ഇത് 3 മീറ്റർ മാത്രമാക്കി ചുരുക്കി. മിനിറ്റുകൾക്കുള്ളിൽ ഡോക്കിംഗ് നടക്കുമെന്ന് ശാസ്ത്രലോകം പ്രതീക്ഷിച്ചെങ്കിലും നീക്കം ട്രയൽ ആയിരുന്നുവെന്ന് ISRO അറിയിച്ചു. ചേസറും ടാർഗറ്റും തമ്മിൽ ആശയവിനിമയം നടത്തി ചിത്രങ്ങളെടുത്തു. ട്രയലിന് ശേഷം ഉപഗ്രഹങ്ങളെ സുരക്ഷിതമായ അകലത്തിലേക്ക് മാറ്റിയെന്നാണ് ISROയുടെ അറിയിപ്പ്. 500 മീറ്റർ അകലത്തിനുള്ളിലാണെന്നാണ് സൂചന. ഇനിയുള്ള നീക്കം ഡോക്കിംഗിലേക്കാകും. സാഹചര്യം ഒത്തുവന്നാൽ വരും ദിവസങ്ങളിൽ തന്നെ അത് പ്രതീക്ഷിക്കാം. 2 തവണ തീയതി പ്രഖ്യാപിച്ചെങ്കിലും അന്ന് ഡോക്കിംഗ് സാധ്യമായിരുന്നില്ല. 24 ചെന്നൈ.
സംഘർഷങ്ങൾക്ക് അയവില്ലാതെ മണിപ്പൂർ. അസം റൈഫിൾസിന്റെ താൽക്കാലിക ക്യാമ്പിന് പ്രതിഷേധക്കാർ തീയിട്ടു. വിവിധയിടങ്ങളിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും പോലീസ് പിടികൂടി. മണിപ്പൂരിലെ കാങ്പോക്പി ജില്ലയിലാണ് നാഗ, കുക്കി വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായത്. നാഗ വിഭാഗത്തിലെ സ്ത്രീയെ കുക്കി വിഭാഗക്കാർ അധിക്ഷേപിച്ചുവെന്ന ആരോപണത്തിനിടെയാണ് സംഘർഷം. നാഗ, കുക്കി ഗ്രാമങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കമാണ് സംഘർഷത്തിനിടയാക്കിയത്. പ്രതിഷേധക്കാർ അസം റൈഫിൾസിന്റെ താൽക്കാലിക ക്യാമ്പിന് തീയിട്ടു. മരത്തടികൾ കൊണ്ടുപോകുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. സമാധാനം പുനഃസ്ഥാപിക്കാൻ സമുദായ നേതാക്കൾ മുൻകൈയെടുക്കണമെന്ന് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ്. സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ കാങ്പോക്പി ജില്ലയിലെ 2 മേഖലകളിൽ കർഫ്യൂ ഏർപ്പെടുത്തി. മണിപ്പൂർ പോലീസും സുരക്ഷാ സേനയും സംയുക്തമായി നടത്തിയ തെരച്ചിലിൽ ചുരാചന്ദ്പൂർ, തെങ്നോപാൽ എന്നിവിടങ്ങളിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും കണ്ടെടുത്തു. വിനീത VG 24 ഡൽഹി. ഇപ്പോൾ അരുൺ പൂപ്പറമ്പ് ഒരു വാർത്ത അറിയിക്കുന്നുണ്ട്. കണ്ണൂർ ചെറുപുഴയിൽ ബസ് അപകടം. 6 കുട്ടികൾ ഉൾപ്പെടെ 11 പേർക്ക് പരിക്കേറ്റു. സൺഡേ സ്കൂൾ കഴിഞ്ഞ് പോവുകയായിരുന്ന കുട്ടികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷ ബസ് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു എന്നാണിപ്പോൾ അരുൺ പൂപ്പറമ്പ് അറിയിക്കുന്നത്. ജാർഖണ്ഡിൽ സ്കൂൾ പ്രിൻസിപ്പാൾ 80 വിദ്യാർത്ഥിനികളുടെ ഷർട്ട് അഴിപ്പിച്ചെന്ന് പരാതി. ധൻബാദ് ജില്ലയിലെ സ്കൂളിലാണ് സംഭവം. 10ാം ക്ലാസ് അവസാന പരീക്ഷയ്ക്ക് ശേഷം ഷർട്ടിൽ പരസ്പരം എഴുതിയനായിരുന്നു നടപടി. എഴുതിയ ഷർട്ടുകളുമായി വിദ്യാർത്ഥിനികൾ പുറത്തു പോകുന്നത് സ്കൂളിന്റെ സൽപ്പേരിനെ ബാധിക്കുമെന്നതിനാൽ ഷർട്ട് ധരിക്കാതെ ഓവർകോട്ട് മാത്രം ധരിച്ച് വീട്ടിൽ പോകാൻ പ്രിൻസിപ്പൽ നിർബന്ധിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി. അന്വേഷണത്തിനായി പ്രത്യേക സമിതി രൂപീകരിച്ചതായി പോലീസ് അറിയിച്ചു. ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുകയാണ്. കനത്ത മൂടൽമഞ്ഞ് കാഴ്ചപരിധി കുറച്ചത് വ്യോമ റെയിൽ ഗതാഗതത്തെ ബാധിച്ചു. പഞ്ചാബ്, രാജസ്ഥാൻ, ഡൽഹി, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങളിലെ ദൃശ്യപരിധി 300 മീറ്ററിൽ താഴെയാണ്. യാത്രക്കാർ എയർലൈനുകളുമായി ബന്ധപ്പെടണം എന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു. വരും ദിവസങ്ങളിൽ മൂടൽമഞ്ഞോട് കൂടിയ ഇടിമിന്നലിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. നാല് ദിവസമായിട്ടും നിയന്ത്രണ വിധേയമാക്കാനാകാതെ അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീ. അതിവേഗത്തിൽ വീശുന്ന കാറ്റിൽ തീ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. കാട്ടുതീയിൽ മരണം 16ആയി. പസഫിക് പാലിസേഡ്സിൽ കാട്ടുതീ കിഴക്കൻ മേഖലയിലേക്ക് പടരാതിരിക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് വെള്ളം താഴേക്കൊഴുക്കുകയാണ്. എന്നാൽ മണിക്കൂറിൽ 112 കിലോമീറ്റർ വേഗത്തിൽ വീശുന്ന കാറ്റ് സ്ഥിതിഗതികൾ വഷളാക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ബ്രെൻവുഡ്, സാൻ ഫ്രണ്ടാൻഡോ താഴ്വര എന്നിവിടങ്ങളിൽ നിന്നും കൂടുതൽ പേരെ ഒഴിപ്പിക്കും. പസഫിക് പാലിസേഡ്സിൽ മാത്രം ഇതുവരെ 22,000 ഏക്കർ ഭൂമി അഗ്നിക്കിരയായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ലോസ് ആഞ്ചലസിൽ നഗരത്തിൽ 4 ദിവസം മുമ്പ് ആരംഭിച്ച കാട്ടുതീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. ഇപ്പോഴും 3 നഗരങ്ങളിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ 37,000 ഏക്കറുകൾ കത്തിനശിച്ചു. പുതുതായി 1,66,000 പേരെ ഒഴിപ്പിക്കാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഇതുവരെ 12,000-ലധികം വീടുകൾ കത്തിനശിച്ചു. 57,000 കെട്ടിടങ്ങൾക്ക് നിലവിൽ കാട്ടുതീ ഭീഷണിയുണ്ട്. ആയിരക്കണക്കിന് പേർ ഭവനരഹിതരായി. കനത്ത പുക മൂലം ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 15,000 കോടിയിലധികം ഡോളറിന്റെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇൻഷുറൻസ് കമ്പനികൾക്ക് ഫെഡറൽ സഹായം നൽകുമെന്നും ഭവനവായ്പ തിരിച്ചടവിന് കൂടുതൽ സാവകാശം നൽകുമെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. മാഹിൻ പറയുന്നുണ്ടായിരുന്നു അമേരിക്കയിലെ കാട്ടുതീ എന്തായി ന്യൂസ് കാണിക്കുന്നുള്ളത്. ഇതാണ് അമേരിക്കയിലെ കാട്ടുതീ സംബന്ധിച്ച റിപ്പോർട്ട്. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലയേൽക്കുന്ന ചടങ്ങിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്ത്യയുടെ പ്രതിനിധി. ഈ മാസം 20-നാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. സന്ദർശന വേളയിൽ പുതിയ ഭരണപ്രതിനിധികളുമായും പരിപാടിയിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളുമായും എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. അമേരിക്കയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് എസ് ജയശങ്കർ പങ്കെടുക്കുന്നത്. ക്യാപിറ്റോൾ മന്ദിരത്തിന് മുന്നിൽ US സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സിന്റെ സാന്നിധ്യത്തിൽ ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യും.
ഗസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുരോഗമിക്കുകയാണ്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി ഇന്നലെ ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി. ചർച്ചയിലേക്ക് ഇസ്രയേൽ അയക്കുന്ന ഉന്നതതല സംഘത്തിൽ മൊസാദ് ഇന്റലിജൻസ് ഏജൻസി ഡയറക്ടറും ആഭ്യന്തര സുരക്ഷാ ഏജൻസി ഷിൻബെറ്റിന്റെ മേധാവിയും ഇസ്രയേലി മിലിറ്ററിയിലെ ഉദ്യോഗസ്ഥരും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഗസയിൽ യുദ്ധം അവസാനിപ്പിച്ച് മുഴുവൻ സൈനികരെയും ഇസ്രയേൽ പിൻവലിക്കണം എന്നാണ് ഹമാസിന്റെ ആവശ്യം. എന്നാൽ ലക്ഷ്യങ്ങൾ കൈവരിക്കും വരെ യുദ്ധം തുടരും എന്നതാണ് ഇസ്രയേലിന്റെ നിലപാട്. കണ്ണൂർ ചെറുപുഴയിൽ കുട്ടികൾ സഞ്ചരിക്കുകയായിരുന്ന ഓട്ടോറിക്ഷയെ ബസ് ഇടിച്ചു തെറിപ്പിച്ചു. സൺഡേ സ്കൂൾ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. 6 കുട്ടികൾ ഉൾപ്പെടെ 11 പേർക്ക് പരിക്കേറ്റു. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അരുൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അരുൺ, ഉന്മേഷ്, 1 മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത്. ചെറുപുഴ ടൗണിന് തൊട്ട് സമീപം ഈ സ്വകാര്യ വേഗതയാണ്. അരുൺ, ആ ശബ്ദത്തിൽ പ്രശ്നമുണ്ട്. അരുൺ, കണ്ണൂർ ചെറുപുഴയിലാണ് ഈ സംഭവം ഉണ്ടായത്. കുട്ടികളാണ് ഈ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത്. ആ ഓട്ടോറിക്ഷയെ ബസ് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഈ കുട്ടികൾ സൺഡേ സ്കൂൾ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. 6 കുട്ടികൾ ഉൾപ്പെടെ 11 പേർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഈ ഓട്ടോറിക്ഷ ഇടിച്ച ശേഷം ബസ് ആ സമീപത്തെ പോസ്റ്റിലേക്കും പാഞ്ഞു കയറിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ അത് വ്യക്തവുമാണ്. ഫിഷറീസ് വകുപ്പിലേക്ക് നടന്ന നിയമനങ്ങളിൽ ചോദ്യപേപ്പർ ചോർന്നു എന്ന് പരാതി. കുഫോസിലെ വിദ്യാർത്ഥികൾക്കായി ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്ക് നടന്ന PSC പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തി എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. സംഭവത്തിൽ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചെങ്കിലും നടപടിയുണ്ടായില്ലെന്നും ഇവർ പറയുന്നു. പരാതികളുടെ പകർപ്പ് 24-ന് ലഭിച്ചു. ഫിഷറീസ് വകുപ്പിന് കീഴിലെ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്ക് നടന്ന നിയമനങ്ങളിലെ ചോദ്യപേപ്പർ ചോർത്തിയെന്നാണ് പരാതി. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് കൂട്ടപ്പരാതി ലഭിച്ചിരുന്നു. 2020 വിജ്ഞാപന പ്രകാരം 3690 പേർ പരീക്ഷ എഴുതി. 2022 നവംബർ 28-ന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. 2023 ജനുവരി 25-ന് നടന്ന 38 നിയമനങ്ങളിൽ 35 പേരും കുഫോസിലെ വിദ്യാർത്ഥികളാണ്. ഫിഷറീസ് വകുപ്പിൽ 12 വർഷം സർവീസ് ഉള്ളവർ ഉൾപ്പെടെ പരീക്ഷ എഴുതിയിട്ടും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് കുഫോസിലെ വിദ്യാർത്ഥികൾ. BSc സുവോളജി മാനദണ്ഡമുണ്ടായിരുന്ന തസ്തികയിലേക്ക് BFSc വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയത് ചുരുങ്ങിയ കാലം മുമ്പ്. സിലബസിൽ ഉൾപ്പെടെ മേൽക്കൈയില്ലാതിരുന്നിട്ടും റാങ്ക് ലിസ്റ്റിൽ കുഫോസിലെ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ ഇടം പിടിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ PSCയോടക്കം വിവരാവകാശ നിയമപ്രകാരം 24 വിശദാംശങ്ങൾ തേടി മാസങ്ങളായെങ്കിലും മറുപടിയില്ല. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറായി നിയമനം നേടിയവരുടെ പ്രൊബേഷൻ സ്റ്റേ ചെയ്ത് വിശദമായ അന്വേഷണം നടത്തണമെന്നതാണ് പരാതിക്കാരുടെ ആവശ്യം. സൂരജ്, 24. കാലഘട്ടത്തിന്റെ ആവശ്യമറിഞ്ഞ് ആചാരാനുഷ്ഠാനങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി. തിരുവനന്തപുരം പോത്തൻകോട് ശാന്തിഗിരി ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു സ്വാമിയുടെ പ്രതികരണം. ഫെസ്റ്റിന്റെ സമാപനത്തോടനുബന്ധിച്ച് എൻട്രി ഫീസ് പകുതിയായി കുറച്ചു. ലോകത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ച ആചാരാനുഷ്ഠാനങ്ങളിൽ മാറ്റങ്ങൾ ഉൾക്കൊണ്ട വികാസമുണ്ടാകണമെന്നാണ് സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വിയുടെ പ്രതികരണം. ഇതിനായി കാലഘട്ടത്തിന്റെ ആവശ്യമറിഞ്ഞ ആചാരാനുഷ്ഠാനങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്നും ഗുരുരത്നം ജ്ഞാനതപസ്വി. ആത്മീയത എന്നത്, ഭക്തി എന്നത്, വിശ്വാസം എന്നത് സകല ജീവജാലങ്ങൾക്കും നന്മ പകരുന്ന, അവയെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന, ദൈവവുമായി അടുപ്പിക്കുന്ന ഏറ്റവും ജീവസുറ്റ ഒരു പദമാണ്. ദൈവത്തോടുള്ള ആവേശകരമായ സ്നേഹത്തെയാണ് നമ്മളെപ്പോഴും ഭക്തി എന്ന് പറയാറുള്ളത്. ഒരു വ്യക്തിയുടെ ദൈവവുമായുള്ള നിഗൂഢമായ ഐക്യത്തെ നമുക്ക് വിശ്വാസം എന്ന് പറയും. ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും കാര്യങ്ങൾ രണ്ടാമതോ മൂന്നാമതോ ഉണ്ടാകുന്നത്. ആത്യന്തികമായി ഒരാൾക്ക് വേണ്ടത് ദൈവത്തോടുള്ള വിശ്വാസം. 1 മാസത്തോളം നീണ്ടുനിന്ന ശാന്തിഗിരി ഫെസ്റ്റിന്റെ സമാപനത്തോടനുബന്ധിച്ച പ്രവേശന ഫീസ് പകുതിയായി കുറച്ചു. ക്രിസ്മസ്, പുതുവത്സര ദിനങ്ങളിൽ തുടങ്ങിയ തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. 24 തിരുവനന്തപുരം. LDF-ൽ രണ്ടാം കക്ഷി CPI അല്ലെന്ന് RJD. വോട്ടേഴ്സിന്റെ എണ്ണത്തിൽ RJD CPI-യേക്കാൾ മുന്നിലെന്ന് KP മോഹനൻ. അടുത്ത മന്ത്രിസഭയിൽ RJDക്ക് മന്ത്രിയുണ്ടായില്ലെങ്കിൽ മുന്നണിയിൽ വിഷയം ശക്തമായി ഉന്നയിക്കുമെന്ന് KP മോഹനൻ പറഞ്ഞു. എന്ത് തന്നെ പറഞ്ഞാലും കേരളത്തിലെ അങ്ങോളം ഇങ്ങോട്ടുള്ള വോട്ടർമാരുടെ കണക്കിലെടുത്താൽ ഇപ്പോഴുള്ള മുന്നണിയിൽ രണ്ടാമത്തെ കക്ഷി നമ്മൾ തന്നെ, പിന്നെ CPI വരുന്നുള്ളൂ. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല.
ഇനി ഉണ്ടാവും എന്നുള്ള കാര്യത്തെക്കുറിച്ച് പരിശോധിക്കും. അല്ല, അടുത്തെന്തായാലും ഉണ്ടാവും നമുക്ക് പരിഗണന. അടുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ വരും. ഞങ്ങൾ ഉണ്ടാവും. ഉണ്ടാവും 2-3 ആളുകൾ ഞങ്ങൾ MLA മാരുണ്ടാവും. ഇനി ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക്. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റർ പോരിൽ പാർട്ടികൾ. കെജ്രിവാളിനെതിരായ പോസ്റ്ററിന് പിന്നാലെ BJP സ്ഥാനാർത്ഥി രമേശ് ബിദൂരിക്കെതിരെ ആം ആദ്മി പാർട്ടി പോസ്റ്റർ ഇറക്കി. ആം ആദ്മി കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെതിരെ BJP പോസ്റ്ററും ഗാനവും പുറത്തിറക്കിയതിന് പിന്നാലെയാണ് ആം ആദ്മിയുടെ മറുപടി. BJP സ്ഥാനാർത്ഥി രമേശ് ബിദൂരിക്കെതിരെ ആം ആദ്മി പോസ്റ്റർ പുറത്തിറക്കി. ജനങ്ങളെ അധിക്ഷേപിക്കുന്ന BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നാണ് തലക്കെട്ട്. ഡൽഹിയിലെ ചേരികളെ ചൊല്ലിയുള്ള പോരും മുറുകുകയാണ്. ചേരികൾ ഒഴിപ്പിക്കാനാണ് BJP ശ്രമമെന്നും ചേരികളിലെ ജനങ്ങളോട് BJPക്ക് വെറുപ്പാണെന്നും അരവിന്ദ് കെജ്രിവാൾ. इनको झुग्गी वालों से प्यार नहीं है, ये तो अमीरों की पार्टी है, इनका झुग्गी वालों से क्या लेना देना? ये तो झुग्गी वालों को कीड़े मकोड़े समझते हैं, इनका झुग्गी वालों से क्या लेना देना? इनको चुनाव के पहले झुग्गी वालों के वोट चाहिए और चुनाव के बाद झुग्गी वालों की जमीन चाहिए. इनको उनकी जमीन से प्यार है और इनको उनके वोट से प्यार है. ഷാക്കൂർ ബസ്തിയിലെ ചേരിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കെജ്രിവാൾ BJPക്ക് മറുപടി നൽകിയത്. അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ജനതയെ സ്ഥിരമായി തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് BJP ഡൽഹി അധ്യക്ഷൻ വീരേന്ദർ സച്ദേവ് ആരോപിച്ചു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കൂടുതൽ പ്രഖ്യാപനങ്ങൾ കോൺഗ്രസ് പാർട്ടി ഇന്ന് നടത്തും. 24 ഡൽഹി. വാർത്താമഴ പൂർത്തിയാവുകയാണ്. ഇനി 100 ന്യൂസ് പ്രജൻസി കണ്ണനെത്തും. നമസ്കാരം.